നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഫസ്റ്റ് മാരേജ് നോക്കുന്ന 40 വയസ്സുള്ള 2 മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് പറയുന്നത് 40 വയസ്സുള്ള ആയിഷയുടെ ഡീറ്റെയിൽസാണ്. ആയിഷയ്ക്ക് 5 അടിയാണ് ഹൈറ്റ്. ഇവരുടെ വിദ്യാഭ്യാസം SSLCക്ക് താഴെയാണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത്. കളർ ഫെയർ ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഇവർ ഫാമിലി, ഫാദർ, മദർ, ഒരു സിസ്റ്ററും 4 ബ്രദേഴ്സുമാണ് ഉള്ളത്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 50 വരെയാണ്. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് 40 വയസ്സുള്ള ഷൗലത്തിൻ്റെയാണ്. ഷൗലത്തിന് 154 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. ഇരുനിറാണ്. കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ്. മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ +2 ഫാർമസിസ്റ്റ് അസിസ്റ്റൻറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫാമിലി, ഫാദർ ലേറ്റാണ്, മദർ ഹൗസ് വൈഫാണ്, 2 സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത്. ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എടവണ്ണപ്പാറ ഭാഗത്താണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 49 വയസ്സ് വരെയുള്ള മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത്. ആദ്യ വിവാഹിതരുടെയും ബാധ്യതയില്ലാത്ത പുനർവിവാഹിതരുടെയും പ്രപ്പോസൽ പരിഗണിക്കുന്നും കൂടി അറിയിക്കുന്നുണ്ട്. മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം. ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും. വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം 2 കൂട്ടരും നന്നായി തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട്. പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം. ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ്. ഇതുപോലെ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.